ഹലോ. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ പോവാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് ഞാനിവിടെ നാട് വിടാനെന്നുകൊണ്ട് ഇന്ത്യ വിടുന്നില്ല, കേരളം മാത്രമേ ഞങ്ങൾ വിടുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഏകദേശം കുറച്ച് ദിവസമൊക്കെ അവിടെ ഉണ്ടാവും. ഇനിയൊക്കെ സ്കൂൾ തുറക്കാനൊരു കൂടിപ്പോൾ 1.5 2 ആഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പം അതിന് മുമ്പായിട്ട് വരും. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ബാഗിലായിട്ട് കുത്തി നിറക്കുകയാണ്. ഓൾസോ ഞാനെവിടെ പോകുന്നതെന്ന് പറയാൻ മറന്നുപോയി. എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ്. അപ്പം അവിടേക്ക് തേങ്ങ, ചക്ക, മാങ്ങ അങ്ങനെ കുറേ സകല സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോവാണ്. എൻ്റെ പാക്കിങ്ങൊക്കെ ഏകദേശം കഴിയാറായി. ഞാനൊരു 4-5 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വേണ്ടിയിട്ട് വേറൊരു പുതിയതെടുത്തു. അങ്ങനെ എൻ്റെതും പിന്നെ അമ്മയുടെ ഒക്കെ എടുത്തു. ഉപ്പ വരുന്നില്ല. ഞാനും ഉമ്മയും മാത്രമേ പോകുന്നുള്ളൂ. പാക്കിങ് സത്യം പറഞ്ഞാൽ ഒന്നും ബാഗിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. കാരണം സംഭവം ഞങ്ങൾ കൂടിപ്പോയാൽ 1 വീക്കൊക്കെ നിൽക്കൂ. പക്ഷേ സാധനങ്ങൾ കണ്ട ഒരു മാസത്തേക്ക് നിൽക്കുന്ന പോലെ ഞങ്ങൾ പോണത്. ബാഗ് നിറച്ചപ്പോൾ പിന്നെ പൂട്ടാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പൂട്ടി. ബട്ട് ഒരു സിപ്പ് പൊട്ടിപ്പോയി. സാരമില്ല, ഒന്ന് ബാക്കിയുണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൂട്ടി. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ പോയി. അങ്ങനെ ഫൈനലി ഞാൻ കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ ബാഗും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ ബസ് വന്നിട്ട് ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കി കുടിച്ചു. ഇത് കഴിച്ചിട്ട് വിശപ്പടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് രാത്രി ഒന്നും അങ്ങനെ മെയിനായിട്ട് കുക്ക് ചെയ്യണില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഓട്സ് പാലിൽ കലക്കിയിട്ട് അങ്ങനെ കുടിച്ച് ഇന്ന് രാത്രി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഓട്സിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് മുത്താറി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓട്സ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ ഓട്സ് കഴിച്ചിട്ട് അങ്ങനെ കഴിച്ച്. ബട്ട് അത് കഴിച്ച് എൻ്റെ വിശപ്പ് അടങ്ങില്ല. അപ്പം ഞാൻ രാവിലത്തെ ദോശയും ചട്ടിയോടെടുത്ത് മീൻ കറിയും കഴിച്ചു. മീൻ വരട്ടിയതും കഴിച്ച് വേറെ വിശപ്പടക്കി. പിന്നെ എനിക്ക് ശേഷം ഞാൻ എൻ്റെ പ്രധാന ഘടനയിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് ഫേസ് നല്ലതായിട്ട് വാഷ് ചെയ്യും. പിന്നെ വീക്ക്ലി 2 അല്ല 3 ഞാൻ സ്ക്രബ് യൂസ് ചെയ്യും. പിന്നെ മോയ്സ്ചറൈസർ ഡെയിലി യൂസ് ചെയ്യും. പിന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടും. അങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ സ്കിൻ കെയർ. അത് ഞാൻ ഇങ്ങനെ റൊട്ടീനായിട്ട് ചെയ്ത് പോകുന്നതാണ്. അതിനനുസരിച്ച് ഇപ്പം കുറച്ച് ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ബട്ട് ഞാനങ്ങനെ ഭയങ്കര റൊട്ടീനായിട്ടൊന്നും ഇതുവരെ ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ ഗ്ലോ വരാനുള്ളതൊന്നും ആയിട്ടില്ല. ബട്ട് എന്താണെന്നറിയില്ല, നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിരുന്നു വാഷ് ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം സ്ക്രബ് യൂസ് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞ ഓരോ വീഡിയോയിലും ഓരോ സാധനങ്ങളും മുത്ത് വരുത്തിയേക്കുന്നത്. ബട്ട് അതൊക്കെ ഞാൻ മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലോ ചെയ്യും. സംഭവം അതൊക്കെ ചെയ്ത റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 7 days ഒക്കെ ചെയ്യണമല്ലോ. ബട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരു പാക്ക് ഒരു ദിവസമായിട്ട് പിന്നെ നെക്സ്റ്റ് മന്ത് ഞാൻ പിന്നെ അടുത്തൊരു പാക്ക് ഇടും. അതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല. പിന്നെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ സ്കിന്നിലെ പിമ്പിൾസൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ക്രീം തീർന്നുപോയി. അതൊരു പർപ്പിൾ കളറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ നല്ലൊരു ഗ്ലോ കിട്ടാറുണ്ടായിരുന്നു. ബട്ട് അത് തീർന്നുപോയി. അതുകൊണ്ട് ഞാൻ പോൺസിൻ്റെ ഹൈഡ്രാ ജെൽ അങ്ങനെ എന്തോ പറയുന്നൊരു മോയ്സ്ചർ ക്രീം അതിട്ടു. ഇതും ഓക്കെയാണ്. എൻ്റെ സ്കിന്നിന് നല്ലൊരു അത്യാവശ്യം ഒരു ഗ്ലോ തരുന്നുണ്ട്. ഗ്ലോ അല്ല, എന്താ പറയുക, നമുക്കൊരു ഫ്രഷ്നെസ് തരുന്നുണ്ട് ഇതൊക്കെ ഇടുമ്പോൾ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇടാറില്ല. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇട്ടതാണ്. ഞാൻ ഇടലില്ല എന്നില്ല, ഇടയ്ക്കൊക്കെ ഇടും. പിന്നെ അവിടെ പൂട്ടി വെക്കും, പിന്നെ ഇടും, പിന്നെ പൂട്ടി വെക്കും. അങ്ങനെ ഒരു റൊട്ടീനായിട്ട് എനിക്ക് ഇതുവരെ ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ബൈ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടപ്പം ഉമ്മ അടുക്കളയിൽ ഈ ബ്രെഡ് പൊരിച്ചുണ്ടാക്കി വെച്ചു. ഇത് ബ്രെഡും മുട്ടയും ചിക്കന് മല്ലിച്ചപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആക്കിയെടുത്തതാണ്. എനിക്ക് സത്യം പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് മനക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. പിന്നെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ കഴിക്കാറില്ല. ഒന്നില്ലേ ടി വിയിൽ കൊച്ചു ടി വിയോ അല്ലെങ്കിൽ സ്റ്റോറീസ്, മെയിനായിട്ട് മലയാളം സ്റ്റോറീസ് ഞാൻ കാണാം. മറ്റേ കുട്ടികളൊക്കെ കാണുന്ന ചെറിയ കുട്ടികളാണെന്ന് പാവം പിടിച്ച മരുമകൾ അങ്ങനത്തെ ഓരോ പേരുള്ള ഓരോ സ്റ്റോറീസ് ഉണ്ടാവില്ല.
അതൊക്കെ മെയിനായിട്ട് കാണാം. പിന്നെ പണ്ടുള്ള പഴയ സിനിമകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉപ്പും മുളക് അങ്ങനത്തെ ഓരോന്ന് കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അല്ലാതെ എനിക്ക് എന്താണെന്നറിയില്ല, ഫുഡങ്ങ് ദഹിക്കത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ച് വന്നപ്പോഴാണ് ദീദിക്ക് വേണ്ടിയിട്ട്, ദീദി മീൻസ് എൻ്റെ സിസ്റ്റർ ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉപ്പനോട് പറഞ്ഞ് പഠിപ്പിച്ചാണ് പ്രിങ്കിൾസ് മീൻസ് എനിക്ക് വണ്ടിയിൽ നിന്ന് വെറുതെ ഇരിക്കുമല്ലോ രാത്രി, അപ്പം എന്തെങ്കിലും സിനിമയും കൊണ്ട് എന്തോ കണ്ടിങ്ങനെ തിന്നാൻ വേണ്ടി ഞാൻ ഉപ്പനെക്കൊണ്ട് പറഞ്ഞ് വായിപ്പിച്ചാണ് ഇതൊക്കെ. പിന്നെ ഗൈസ് ഞങ്ങൾ വണ്ടി കയറി. ഞങ്ങൾ കയറുന്ന വീഡിയോ എടുക്കാൻ എന്നോട് മറന്നുപോയി. പിന്നെ ഇപ്പം ഞങ്ങൾ അപ്പറിലാണുള്ളത്, അപ്പറിലാണ് ബുക്ക് ചെയ്തത്. അപ്പം കർട്ടനൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ പ്രിങ്കിൾസ് നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിരുന്ന് തന്നെയായിരുന്നു ഞാൻ. ഫൈനലി കൊണ്ടുവന്നൊക്കെ ഞാൻ കഴിച്ചിട്ട് കിടന്നു. പക്ഷെ ഞാൻ ഇപ്പം ഉറങ്ങത്തില്ല, കാരണം എനിക്കിപ്പം കിടന്ന് ഉറക്കം വരില്ല. അത് ബസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഉറക്കം വരില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഫോണും കൊണ്ട് കളിച്ചിരുന്ന് 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത്. പിന്നെ 5 മണി 5:15 ആയപ്പോൾ അലാറം വെച്ചിരുന്നു. പിന്നെ അന്നേരം എഴുന്നേറ്റു. സത്യം പറഞ്ഞാൽ ഒരു 6:30 7 മണി ആ ഒരു ടൈമിലാകുമ്പോഴേക്കെല്ലാം എഴുന്നേറ്റാൽ മതിയായിരുന്നു, ആ ടൈമിലേക്ക് എത്താം. ബട്ട് 5:15 കൊണ്ട് എന്താണെന്നറിയില്ല എന്നോട് കൈതട്ടി അലാറം വെച്ച് പോയതാണ്. സത്യം ഞാൻ 6 മണിക്ക് വേറെ വെച്ചിന് 6:30 ഒക്കെ ആകുമ്പോൾ. പക്ഷെ 5:15 അറിയാണ്ട് വെച്ച് എനിക്ക് ആ ടൈമിൽ വെറുതെ പിന്നെ എണീക്കേണ്ടി. പിന്നെ കുറക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഫോൺ കൊണ്ട് തന്നെ കളിച്ചിരുന്ന്. പിന്നെ 5 മിനിറ്റായിട്ട് ഇറങ്ങാനായപ്പോഴാണ് എനിക്ക് ഉറക്കം വന്നത്. പിന്നെ അവിടെ സ്ഥലം എത്തി. ബാനസവാടിയാണല്ലോ, ഒരു കലാസിപ്പാലം അങ്ങനെ പറയുന്ന സ്ഥലമാണ്. അപ്പം അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. സത്യം പറഞ്ഞാൽ ബസ്സിൽ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് അപ്പുറമൊക്കെ ആണെങ്കിൽ നല്ല സുഖമാണ് വെറുതെ ഇങ്ങനെ കിടക്കുക. പിന്നെ പുറത്തോട്ട് നോക്കിയാലും നല്ല രസമുണ്ടാവും. പക്ഷെ ബസ് മെല്ലനെ പോവും, അതാ അതിൻ്റെ ഒരു പ്രത്യേകത. അധികം സ്പീഡൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പുറത്ത് നോക്കി നല്ല രസമുണ്ടാവും. അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. ചാവി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ തന്നെ ചാവി തുറന്നു. അങ്ങനെ ഫൈനലി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായിട്ട് വന്നു. ഇന്ന് തീരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആകെ കൂടിപ്പോയി ഇറങ്ങിയ 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് ഞാൻ ഉറങ്ങിയുള്ളൂ. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മാളുണ്ടായിരുന്നു, ഒരു വലിയ മാളാണ്. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പം ഞാനും ജീജും പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ജീജൻ്റെ കൂടി ഉപ്പാൻ്റെ കൂടി ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഒരു ബബ്ലിയിലെന്നെ തിരിച്ച് വരില്ല. 2 കൊണ്ട് ഇങ്ങനെ കുറേ വാങ്ങിപ്പിച്ച് ഞാനൊരു അൽമാറ തന്നെ നിറച്ച് ഇപ്പോൾ ബബ്ലിയാണ്. എനിക്കിങ്ങനെ ഭയങ്കര പൂതി വരുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിക്കും. ഞാനത് ഇപ്പോൾ ഒരു 10-12 ഒക്കെ ഉണ്ടാകും. പിന്നെ റൂമിലെത്തി വേറെ ഒരു പണിയില്ലാണ്ട് ഇപ്പോൾ ഇവിടെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ഇപ്പം സോഫ്റ്റ് ടോയ്സ്, അതിനൊക്കെ ഞാൻ ഇങ്ങനെ കുളിപ്പിക്കാൻ, എനിക്കിങ്ങനെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുളിപ്പിക്കാനും മേക്കപ്പ് ഇട്ട് കൊടുക്കാനും പിന്നെ അതിൻ്റെ രോമൊക്കെ ചീക്കി കൊടുക്കാനൊക്കെ ഭയങ്കര. പണ്ട് ഞാൻ ബാർബീനെ എപ്പോഴും കുളിപ്പിക്കലും മുടി വാരലും മേക്കപ്പ് ഇട്ട് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു ഫുള്ള്. ഇപ്പം ഈ ടോയ്സിനെ കുറിച്ച് എനിക്കിപ്പോഴും നൊസ്റ്റാൾജിയ അടിച്ചു. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ പോയി. എന്തായിരുന്നു ഇത്, ഹനീത്തോ അങ്ങനെ പറയുന്നത് ചോറാണ്. പിന്നെ ബസ്സിൽ നിന്ന് ബാലൻസായ പ്രിങ്കിൾസ് കഴിച്ചു. പിന്നെ ഇവിടെ ലേസ് ഉണ്ടായിരുന്നു. അതേ പറഞ്ഞാൽ ഇവിടെ നിറച്ചും ചോക്ലേറ്റ്സും ലേസൊക്കെ ആയിരുന്നു. അതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ തിന്നും. പിന്നെ രാത്രിയായി. അധികം വ്ളോഗൊന്നും ഇതിലിങ്ങനെ കാണിച്ചില്ല, കുറേ ഷോർട്സൊക്കെ എടുക്കാൻ മറന്നു, കട്ട്സ്. അത്ര ഫുഡും കഴിച്ച് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നു, മൂവി നൈറ്റ്. അപ്പം അതിന് വേണ്ടി റെഡിയായി. ഗെറ്റ് റെഡി വിത്ത് ഞാൻ വേറെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരെ പോകണം. ഞങ്ങൾ ആലപ്പുഴ ജിംഖാനയായിരുന്നു കാണുന്നത്. അപ്പം അത് കണ്ടു. അധികം ഷോർട്സിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിച്ചില്ല, കോപ്പി റൈറ്റ് ആയിരിക്കും. പിന്നെ സിനിമ ഒക്കെ കഴിഞ്ഞ് ഒരു 1:08 ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ പോയത്. പിന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ കെട്ടിൻ്റെ പണി, ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടാണോ അല്ലെ അവിടുത്തെ തണുപ്പിൻ്റെ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ചുണ്ടാക്കി ഡ്രൈ ആയിട്ട് അവിടെ വീർത്ത് എല്ലാം കൂടി ഒരു അലമ്പായിട്ടാണുള്ളത്. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.